ഹൃദയം പറിച്ചെടുക്കുന്ന വേദനയാണ്. അത്രയും ആ അയാൻ്റെ, ആ പിഞ്ചു പൈതലിൻ്റെ ഈ കരച്ചിൽ എങ്ങനെ നമ്മുടെ മനസ്സിൽ നിന്ന് മായാനാണ്? അത്രയും നെഞ്ചു പൊട്ടുന്ന ആ കരച്ചിൽ, ആ നിലവിളി നമ്മുടെ ഹൃദയത്തെ കീറി മുറിക്കുന്നുണ്ട്. അച്ഛനില്ല എന്നുള്ളത് എത്രത്തോളം ആ കുഞ്ഞ് ഉൾക്കൊണ്ടു എന്നറിയില്ല. പക്ഷേ ആ കരച്ചിൽ അത് നമ്മളെ എല്ലാവരെയും കരയിപ്പിക്കുന്നുണ്ട്. നെഞ്ചു പൊട്ടി പോവുകയാണ് നമ്മൾ ഓരോരുത്തരും. ടെൻഷനാണ്. ആദ്യമായിട്ട് ഞാനാണ് ഈ ലോറിൻ്റെ എനിക്ക് ലോറിയായിരുന്നു. അപ്പോൾ ഞാൻ ഈ റൂട്ടിലൊക്കെ ഓടുന്ന ആളാണ്. അപ്പോൾ ആ സമയത്ത് ഇവൻ 2014 എൻ്റെ വണ്ടിയിലാണ് ഫസ്റ്റിൽ വന്നത്. ഞാൻ അർജുൻ്റെ അയൽവാസിയാണ്, 2 വീടപ്പുറത്താണ്. അങ്ങനെ 2014 അപ്പോൾ ഡേറ്റ് കറക്റ്റായിട്ട് അറിഞ്ഞത് നമ്മളെ കണക്ക് ഇന്ന് കഴിഞ്ഞ ഇത് സംഭവിച്ചപ്പോൾ എടുത്ത് നോക്കിയപ്പോഴാണ് 2014 അവൻ എൻ്റെ കൂടെ ലോറിയിൽ ഫസ്റ്റിൽ വരുന്നത്. പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ, എന്നപ്പോൾ ഞാൻ ഇന്നലെ ഒരു കാര്യം ആലോചിച്ചു. വേറെ ഒന്നുമല്ല, ഞങ്ങൾ ഇവിടുന്ന് പന്തീരങ്കാവുന്ന ലോഡ് കയറ്റി ഗോവക്ക് പോകുന്ന സമയത്ത് ആദ്യമായിട്ട് അവനെ ഈ ലോറി ഇതിൽ വന്നിട്ട് കുളിച്ച സ്ഥലമാണ്. അപ്പോൾ അശീരൂര് ഞാനും അവനും കുളിച്ച് വെളുപ്പിനെയാണ് അവിടുന്ന് പോയത്. അപ്പോൾ അവിടുന്ന് പുഴയിലല്ല, പുറത്ത് മലവെള്ളത്തിൽ വന്നിരുന്നു. ആ വെള്ളത്തിൽ പല്ല് വെച്ച് കുളിച്ച് അവിടുന്ന് ലക്ഷ്മണൻ്റെ ചായക്കടയിൽ നിന്ന് ചായയൊക്കെ കുടിച്ച് പോയി. പിന്നെ അവൻ്റെ ഇതിൽ നോക്കുമ്പോൾ അവൻ്റെ അവസാനമുള്ള ഒരു ഇതും അവിടെ ആ പുഴയിലായി പോയി എന്നുള്ളൊരു ഇതാണ്. ഒരുപാട് വർഷം കഴിഞ്ഞേരെ ലൈസൻസൊക്കെ എടുത്തേരെ വേറെ വണ്ടിയിലാക്കി കൊടുത്ത്. അത് ഞാൻ തന്നെയാണ് ആക്കി കൊടുത്തത്. പിന്നെ ഈ മരംവണ്ടിയിൽ, ഈ വണ്ടിയിലല്ല, മനാഫിൻ്റെ വണ്ടിയിലല്ല, വേറൊരു മരംവണ്ടിയിലാക്കി കൊടുത്തു ഞാൻ. അത് കഴിഞ്ഞിട്ട് അവൻ പരിചയപ്പെട്ട് കയറിയതാണ് ഈ വണ്ടി. ഈ ലോറിക്കാരെല്ലാം പിന്നെ അവിടെ വന്ന് കിടക്കുന്നൊരു സ്ഥലമാണ്. നമ്മൾ ഒരു റെസ്റ്റ് ചെയ്യാനുള്ള, കാരണം അതിനുള്ള എല്ലാ സജ്ജീകരണവും ഉള്ള ഒരു ബാത്റൂം പോകാനാണെങ്കിലും പിന്നെ കുളിക്കാനോ നനയ്ക്കാനൊക്കെ പറ്റിയൊരു സ്ഥലമാണത്. അപ്പോൾ അതിൽ ഒന്ന് ഈ ലക്ഷ്മൺ നായിക്ക് എന്ന് പറഞ്ഞ ആൾ നമ്മളെ മലയാളി ഡ്രൈവർമാരോട് ഒരു ആത്മാർത്ഥ ബന്ധമുള്ള ആളാണ്. കാരണം ഞങ്ങളവിടെ പോയി കഴിഞ്ഞാൽ അവർ പിന്നെ സ്വാഭാവികമായിട്ട് എന്ത് സഹായം, പണം കൊണ്ട് വരെ ഞങ്ങളെ സഹായിച്ച ഒരു വ്യക്തിയാണ് ഈ ലക്ഷ്മൺ നായിക്ക്. കാരണം എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ, കാരണം നമുക്ക് ഒരു സേഫ്റ്റി ആയിട്ട് അവിടെ കിടക്കണമെങ്കിൽ വരെ അവൻ വന്ന് ആ ടൈം പറഞ്ഞാൽ അവൻ്റെ ഇപ്പം ബോഡി കിട്ടാത്ത ഒരാളുണ്ടല്ലോ ലക്ഷ്മൺ നായിക്കിൻ്റെ, അയാൾ വന്നിട്ട് വെളുപ്പിനെ 4 മണിക്ക് വിളിക്കണം എന്ന് പറഞ്ഞാൽ വിളിക്കുന്ന ഒരു വ്യക്തിയാണത്. അപ്പോൾ ലക്ഷ്മണനും ഉണ്ടാവും അതിന്. അങ്ങനെ ഒരു ഇതില്ലായിരുന്നു. അവൻ്റെ അച്ഛന് സുഖമില്ലായിരുന്നു, അത് കിണറിലൊക്കെ വീണിട്ട്. അത് കഴിഞ്ഞ് ഇപ്പോഴും കിടപ്പിലാണ്. കാരണം ഒന്നാളെ ഇത് അറിഞ്ഞോടുകൂടി ഒരു ചെറിയ വീഴ്ച വീട്ടിൽ നിന്ന് സംഭവിച്ചപ്പോൾ നടക്കും. നമ്മൾ ഇങ്ങനെയുള്ള ഓരോ ആളുകളുടെ വാക്കുകളിലൂടെ അർജുനെ കൂടുതൽ അടുത്തറിയുകയാണ്. നമുക്കെല്ലാവർക്കും ഇപ്പോൾ ലക്ഷ്മണൻ്റെ കടയെക്കുറിച്ചൊക്കെ നല്ല ബോധ്യമുണ്ട്. ആ മണ്ണിടിച്ചിലുണ്ടായ ആ സ്ഥലത്തെ, ആ കടയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ മണ്ണിടിച്ചിലിൽ ആ കുടുംബം മൊത്തമാണ് ആ അപകടത്തിൽ ഓർമ്മയായി പോയത്. അപ്പം ആ ലക്ഷ്മണൻ്റെ കടയെക്കുറിച്ചും പണ്ട് 2016-17 കാലഘട്ടത്തിലൊക്കെ മുനീറിനൊപ്പമായിരുന്നു അർജുൻ യാത്ര ചെയ്തിരുന്നത്. നമ്മൾ അർജുനെക്കുറിച്ച് അറിയുമ്പോൾ എത്രത്തോളം ആ നാടിനെ സ്നേഹിച്ച, സ്വന്തം കുടുംബത്തിനായി ജീവിച്ചൊരു വ്യക്തിയായിരുന്നു അർജുൻ എന്ന് അടുത്തറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സഹോദരിമാരുടെ കല്യാണം നടത്തി, സ്വന്തം അധ്വാനത്തിൻ്റെ ഫലമായി ആ വീട് പണിതുയർത്തി. അങ്ങനെ നാട്ടുകാർക്ക്, വീട്ടുകാർക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു അർജുൻ. ഞാൻ നേരത്തെ പറഞ്ഞു, പല പ്രതിസന്ധികളിലൂടെയും നാട് കടന്നു പോയ സമയത്ത് നമുക്കറിയാം 2 പ്രളയങ്ങൾ കേരളത്തെ അതിജീവിച്ചു. ആ സമയത്തൊക്കെ കൈത്താങ്ങായി ആ നാടിന് വേണ്ടി, നാടിനൊപ്പം നിന്ന ഒരു മനുഷ്യനാണ് അർജുൻ. ആ അർജുന് വേണ്ടി ആ കരുതൽ, അർജുൻ നാടിനോട്, വീടിനോട് കാണിച്ച ആ കരുതൽ ഇന്ന് അതിൻ്റെ 10 മടങ്ങായി തിരിച്ചു നൽകുകയാണ്. സാരംഗ് നമുക്കൊപ്പം അവിടെ നിന്ന് ചേരുന്നുണ്ട്. സാരംഗ് കുറേ ദിവസങ്ങളായി ശിരൂരിലുണ്ട്. പലതവണ ഈ തെരച്ചിലിൻ്റെയൊക്കെ ഭാഗമായി വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശിരൂരിലേക്ക് പോയിട്ടുണ്ട്. ഇന്നലെ ആ ആംബുലൻസിൽ അർജുനെ നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരികയാണ് എന്നാ അറിഞ്ഞ നിമിഷം സാരംഗും പുറപ്പെട്ടതാണ് കൂടെ. പക്ഷെ ഇത്രയധികം ആളുകൾ, ഇങ്ങനെ ഒരു ജനസാഗരം ഉണ്ടാകും യാത്രയയപ്പ് നൽകാൻ വേണ്ടി എന്ന് തോന്നിയിരുന്നു. ഒരു പക്ഷേ ഉടുപ്പി മുതൽ ഇങ്ങോട്ട് മലയാളി നെഞ്ചോട് ചേർത്ത് പിടിക്കും എന്ന് നമ്മൾ ഇത്രയധികം ഒരു വികാര വായ്പോടെയുള്ള ഒരു യാത്രാമൊഴി നമ്മൾ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. ആ രീതിയിലാണ് കേരളം പ്രതികരിച്ചത്.
എത്രയോ ദിവസത്തെ ഒട്ടേറെ മനുഷ്യരുടെ അധ്വാനം, പ്രയത്നം, അത്രയും ദിവസം നീണ്ടുനിന്ന ഒരു ദൗത്യം, പിന്നീട് 3 ഘട്ടങ്ങളായി നീണ്ടുനിന്ന ഒരു തിരച്ചിൽ, അതിനാണ് ഇപ്പോൾ ഒടുവിൽ ഒരു സമാപ്തിയാവുന്നത്. അർജുൻ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ തെളിഞ്ഞു കാണാം. അർജുൻ ഒരു കനൽത്തരിയായി മാറുന്നു. ഇനി മലയാളികളുടെ മനസ്സിൽ എന്നും മലയാളിയുടെ സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഒരുമയുടെയും ഒക്കെ തന്നെ പ്രതീകമായി അർജുൻ തെളിഞ്ഞു നിൽക്കും. ഇന്ന് ഇവിടെ അർജുനെ ഒരു നോക്ക് കാണാനായി ഒഴുകിയെത്തിയ പുരുഷാരം അതിൻ്റെ തെളിവാണ്. ആ വന്ന ആളുകൾക്ക് ജാതിയില്ല, മതമില്ല, ഭാഷാ വ്യത്യാസമില്ല, മറ്റ് ഒരു നാനാജാതി മതസ്ഥർ ഇവിടെ ഒരേ മനസ്സോടുകൂടി അർജുന് ആദരാഞ്ജലികൾ അർപ്പിക്കാനായി എത്തി. ഇവിടെ മാത്രമല്ല മറ്റിടങ്ങളിലൊക്കെ തന്നെ ഉടുപ്പി തൊട്ട് നമ്മൾക്കറിയാം, കർണാടകയിലെ പ്രധാനമായും മലയാളികൾ കൂട്ടമായി താമസിക്കുന്ന ഒരു പ്രദേശമാണ് ഉടുപ്പി എന്നത്. അവിടെ മലയാളി സമാജത്തിൻ്റെ പ്രവർത്തകരിൽ തുടങ്ങി തലപ്പാടിയിലെ ഒരു കൂട്ടം ചെറുപ്പക്കാർ, അതിനുശേഷം കാസർഗോഡ് ജില്ലാ ഭരണകൂടം, അത്തരത്തിൽ ഓരോ ഇടങ്ങളിലും ആംബുലൻസ് കടന്നു വന്ന അർജുനുമായി ആംബുലൻസ് കടന്നു വന്ന പൊതുനിരത്തുകളിലെല്ലാം വലിയ പുരുഷാരം തന്നെയാണ് അർജുനെ ഒരു നോക്ക് കണ്ട് ഒരു പുഷ്പചക്രം അർപ്പിച്ച്, ഒരു പിടി പൂക്കളർപ്പിച്ച് ആദരാഞ്ജലികൾ അർപ്പിക്കാനായി തയ്യാറായി കാത്തിരുന്നത്. അതിന് നേരവും കാലവും ഒന്നും അവർക്ക് യാതൊരു തരത്തിലുള്ള തടസ്സവുമായിരുന്നില്ല. വിവിധ ജില്ലകളിൽ നിന്ന് അർജുനെ ഇതുവരെ നേരിട്ട് പരിചയമില്ലാത്ത, ഇതുവരെ നേരിട്ട് കാണാത്ത, നേരിട്ട് അറിയാത്ത എത്രയോ ജനങ്ങൾ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തി, കുടുംബത്തെ ആശ്വസിപ്പിക്കാനായി ഓടിയെത്തി. ഇപ്പോൾ അതിനെല്ലാം തന്നെ ഒരു അന്ത്യം എന്ന് തന്നെ നമ്മൾക്ക് പറയാം. ഇപ്പോൾ ചടങ്ങുകൾ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുന്നു. അർജുൻ്റെ ചിത എരിയുന്നത് നമ്മൾക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമായി തെളിഞ്ഞു കാണാം.